സാർ നമസ്കാരം. നമസ്കാരം. 2012 മെയ് 4 കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളം അന്നേ വരെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏറ്റവും മൃഗീയവും ദയനീയവുമായ ഒരു കൊലപാതകം. ഒരു മനുഷ്യന്റെ മുഖത്ത് 51 വെട്ടി അയാളെ നാമാവശേഷമാക്കുന്ന ഒരു കാര്യമാണ് അന്ന് കേരളം കണ്ട് ഞെട്ടി ധരിച്ചു നിന്നത്. പറഞ്ഞു വരുന്നത് ഒഞ്ചിയത്ത് CPM എന്ന മാതൃസംഘടന വിട്ട് RMP എന്ന സംഘടന രൂപീകരിച്ച TP ചന്ദ്രശേഖരൻ്റെ വധത്തെക്കുറിച്ചാണ്. ഇന്നിപ്പോൾ കാലമേറെ കഴിഞ്ഞു. പിണറായി വിജയൻ 2 വട്ടം കേരളം ഭരിച്ചു. അതിനുശേഷം UDF അധികാരത്തിൽ വരുന്നു. ബഹുമാന്യനായ VD സതീശൻ മുഖ്യമന്ത്രിയായി, രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി UDFൻ്റെ പുതിയ മന്ത്രിസഭ നിലവിൽ വന്നിരിക്കുന്നു. ഈ UDFൻ്റെ ഭാഗമായി ഒഞ്ചിയത്ത് നിന്നുള്ള MLA ആയി, RMPയുടെ MLA ആയി TP ചന്ദ്രശേഖരൻ്റെ വിധവ KK രമയുണ്ട്. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ KK രമ പുതിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അവർ തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്താവിശേഷമാണ് പുറത്തു വരുന്നത്. അത് മറ്റൊന്നുമല്ല, TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് പ്രതികളെ ശിക്ഷിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ CPMകാർ മുന്നിലിട്ട് കൊടുത്ത ഡമ്മി പ്രതികൾ തന്നെയാണ്, അല്ലെങ്കിൽ അവർ ടൂള് മാത്രമാണ്. അവർക്ക് ശിക്ഷ കോടതി വിധിച്ചു. പലരും കോടതിയിൽ നിന്നും ശിക്ഷ കിട്ടി, ജയിലിലായി. പലരും ജയിലിൽ കഴിഞ്ഞതിൽ കൂടുതൽ പ്രാവശ്യം CPMൻ്റെ തണലിൽ പരോളിൽ കഴിഞ്ഞു. എന്നാൽ രമ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ കേസിലെ ഗൂഢാലോചന വീണ്ടും അന്വേഷിക്കണം. അതിൻ്റെ സാങ്കേതികത്വം നിയമപരമായി എങ്ങനെയെന്ന് എനിക്കറിയില്ല. പുനരന്വേഷണമാണോ തുടരന്വേഷണമാണോ അറിയില്ല. അതെന്ത് തന്നെയായാലും ആ കേസിലെ ഗൂഢാലോചന അന്വേഷിക്കപ്പെട്ടിട്ടില്ല. കേസിലെ കൊലപാതകികളും CPMലെ ഉന്നതരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ DPR ഉൾപ്പെടെ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഈ കേസിലെ വമ്പൻ സ്രാവുകൾ കുടുങ്ങും. പരൽ മീനുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥ പ്രതികൾ CPMൻ്റെ ഉന്നതർ തന്നെയാണ് എന്ന് KK രമയും RMPയും കേരളത്തിൻ്റെ പൊതുബോധവും വിശ്വസിക്കുന്നു. കോഴിക്കോടും പരിസര പ്രദേശവും കൈവെള്ളയിലെ നെല്ലിക്ക പോലെ അറിയാവുന്ന ആളെന്ന രീതിയിൽ, കോഴിക്കോട് ജനിച്ചു വളർന്ന ആളെന്ന രീതിയിൽ ഈ പറയുന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട സമൂഹത്തിലെ ഉന്നതരെന്ന് പറയുന്ന പല നേതാക്കളുമായി പല രീതിയിലും ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ, മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? അതായത് അത് യഥാർത്ഥ അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ സമയത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ധാരണ എത്തുകയും അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ഗൂഢാലോചന യഥാർത്ഥ പ്രതികളല്ല ശരിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. യഥാർത്ഥ പ്രതികളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ അതിൽ ആരാണോ നിർദ്ദേശം കൊടുത്ത് പ്രേരണ കൊടുത്ത് ഗൂഢാലോചന നടത്തിയത് അവരെ തൊട്ടിട്ടില്ല. അവരാണല്ലോ യഥാർത്ഥ വില്ലന്മാർ. പിണറായി വിജയൻ അറിയാതെ, അതായത് സംസ്ഥാന CPM സെക്രട്ടറി ആയിരുന്ന ആ കാലത്ത് ആയിരുന്ന പിണറായി വിജയൻ അറിയാതെ ഒരു ഇല അനങ്ങുമോ കൃത്യമായി CPMനുള്ളിൽ? പ്രത്യേകിച്ചും ഈ TP ചന്ദ്രശേഖരനെ പോലെ ശക്തനായ RMPയുടെ നേതാവിനെ കൊല്ലാൻ തീരുമാനിക്കണമെങ്കിൽ അത് പിണറായി വിജയൻ തീരുമാനിക്കണം. അതാണ് സത്യം. സാറേ, ഇത് ഇടപെടുകയല്ല. ഈ TP ചന്ദ്രശേഖരൻ്റെ വധം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒഞ്ചിയത്തും പരിസര പ്രദേശത്തും CPMൻ്റെ ചില യോഗങ്ങളിൽ സംബന്ധിച്ച CPMൻ്റെ ഉന്നതരായ ചില നേതാക്കൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാതൃസംഘടനയോട് അനീതി കാണിച്ച ആളുകളുടെ തല കല്ലിലടിക്കുന്ന പൂക്കുല പോലെ ചിന്നിച്ചിതറുന്ന കാഴ്ച കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് TP ചന്ദ്രശേഖരൻ ഇതുപോലെ അതിദാരുണമായി കൊല്ലപ്പെട്ടത് എന്നൊരു ചരിത്രം കൂടിയുണ്ട്. അല്ല, അത് സത്യമാണ്. അത് അങ്ങനെ ചെയ്യണമെങ്കിൽ മുകളിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് അന്ന് ഈ സംഭവം നടന്ന ദിവസം പിണറായി വിജയന്റെ മൊബൈലിലേക്ക് ഓപ്പറേഷൻ സക്സസ് എന്ന് പറയുന്ന മെസ്സേജ് വന്നു എന്ന് പറയുന്നൊരു കാര്യം ഇന്ന് വരെ ആരും നിഷേധിച്ചിട്ടില്ല. അതേപോലെ എളമരം കരീമിനുള്ള പങ്ക്, അതേപോലെ P മോഹനുള്ള പങ്ക്, അതേപോലെ കണ്ണൂർ ജില്ലാ CPM സെക്രട്ടറി ആയിരുന്ന P ജയരാജനുള്ള പങ്ക്, ഈ 4 പേരും ഇതിൽ ഇൻവോൾവ് ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇവരെല്ലാവരും, ഈ പ്രതികളെല്ലാം ഈ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. ഈ P മോഹനൻ
അന്വേഷണ പരിധിയിൽ വന്നെങ്കിലും അദ്ദേഹത്തിനെതിരെ തെളിവില്ല എന്നുള്ളതിന്റെ പേരിലാണ് കോടതിയിൽ തള്ളിപ്പോയത്. ആ ഒരു വസ്തുത കൂടി ഉണ്ട്. അല്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകളാണ് ഈ പ്രതികൾ. ഈ പ്രതികൾ അന്നത്തെ പ്രതികൾ, ഇപ്പോൾ പ്രതികൾക്ക് കൃത്യമായി മാനസാന്തരം ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ പ്രതികൾക്ക് പിന്നീടുണ്ടായുള്ള അനുഭവങ്ങളിൽ നിന്ന് അവർക്ക് തുറന്നു ഇല്ല എന്നും പറയാൻ പറ്റില്ല. അവരെപ്പോഴും ചോദ്യം ചെയ്യാൻ കയ്യിൽ കിടക്കുന്ന ആൾക്കാരാണ്, ജയിലിൽ കിടക്കുന്ന ആൾക്കാരാണ്. അവരെ കൃത്യമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായി അവർക്കെതിരെയും കൂടി കേസ് എഫ്ഐആർ ഇട്ട് അവരെ ഈ കാര്യത്തിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുക അത്ര വേഗത്തിലുള്ള അത്ര പ്രശ്നമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ ആധുനിക രീതികൾ ധാരാളമുണ്ട്. ആ രീതികൾ വെച്ച് ഇത് കണ്ടെത്താൻ കഴിയും. മാത്രമല്ല മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് മൊബൈൽ വഴിയുള്ള സന്ദേശങ്ങൾ വഴിയും എല്ലാം തന്നെയാണല്ലോ ഇതിന്റെ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. ഈ സംഭവ ദിവസം ഓപ്പറേഷൻ സക്സസ് എന്ന് പറഞ്ഞ് പിണറായി വിജയന് മെസ്സേജ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലല്ലോ ഇന്നത്തെ കാലത്ത്. അന്നത്തെ ആ കാലഘട്ടത്തിലെ ടെക്നോളജിയും ഇന്നത്തെ ടെക്നോളജിയും ഭയങ്കരമായി മാറിപ്പോയി. 13 വർഷത്തിനുള്ളിൽ ഏറ്റവും പുതിയ ടെക്നോളജികളൊക്കെയാണ് ഉള്ളതെങ്കിലും ഇതെല്ലാം പഴയതെല്ലാം റിക്കവർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ശാസ്ത്രം പറയുന്നത്. സാർ, ഇതിന്റെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രതികളെ പിടിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു കണ്ണൂരിൽ മുടക്കോഴി മലയിൽ ഒളിച്ചിരുന്ന ഈ പ്രതികളെ അന്ന് വളരെ സാഹസികമായി പിടികൂടിയത്. അതായത് പോലീസുകാർ പോലും കൽവിട്ട് ജോലിക്കാരുടെ വേഷം മാറി ചെന്നാണ് അവരെ പിടിച്ചത് എന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം പിന്നീട് CPM-ന്റെ രാപ്പകൽ സെക്രട്ടേറിയറ്റ് ഒരു ഉപരോധം ഉണ്ടായിരുന്നു. ആ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലാണ് ഈ കേസ് ഒത്തുതീർപ്പായത് എന്നുള്ളൊരു കിംവദന്തി കൂടി നമ്മൾ കേൾക്കുകയുണ്ടായി. പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര മന്ത്രിസ്ഥാനം മാറുകയും ഈ കേസ് എവിടെ എത്താതെ പോയി. അഥവാ ഈ കേസിലെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇതിൽ കൊലപാതകികളായ ആളുകളെ തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊടിസുനി മുതലായിട്ടുള്ള ആളുകൾ TP ചന്ദ്രശേഖരൻ വധത്തിൽ നേരിട്ട് ഇടപെട്ട ആളുകളാണ്. പക്ഷേ ഈ കൊടിസുനിക്കോ അല്ലെങ്കിൽ TP ചന്ദ്രശേഖരന്റെ വധത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്കോ TP ചന്ദ്രശേഖരനുമായി നേരത്തെ യാതൊരു ബന്ധവുമില്ല, യാതൊരു വൈരാഗ്യവുമില്ല, ഒരു ശത്രുതയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ കൊട്ടേഷൻ കൊലയാളികൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ കൊട്ടേഷൻ കൊലയാളികളായ കൊടിസുനി അടക്കമുള്ള ട്രൗസർ മനോജ് അടക്കമുള്ള ആളുകളെ കിർമാണി മനോജ് അടക്കമുള്ള ആളുകളെ ഇതിലേക്ക് നയിക്കണം എന്നുണ്ടെങ്കിൽ അത് ആര് വഴിയാണ്? ആർക്കാണ് അതിന്റെ ആവശ്യം? അങ്ങനെ വരുമ്പോഴാണ് KK രമ ഒരിക്കൽ നമ്മളോട് തന്നെ ഈ കേസിന്റെ വിചാരണയുടെ അവസരത്തിൽ ടെലിഫോണിൽ ഒരു ഇന്റർവ്യൂ തന്നപ്പോൾ പറഞ്ഞത്, തിരുവനന്തപുരത്തേക്ക് ഒരു ഉന്നതന്റെ ഫോണിലേക്ക് ഒരു സന്ദേശം പോയിട്ടുണ്ടായിരുന്നു. അത് അന്വേഷണ പരിധിയിൽ ഇപ്പോഴും വന്നിട്ടില്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോഴും ഈ കൊലപാതകത്തിന്റെ പിന്നിൽ CPM-ലെ ഉന്നതരായ നേതാക്കൾ തന്നെയാണ്. CPM-ന്റെ തല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവ് തന്നെയാണ് അന്ന് KK രമ. സാറിന്റെ അഭിപ്രായ പ്രകാരം ആവശ്യപ്രകാരം ഞാനാണ് ആ ഇന്റർവ്യൂ എടുത്തത്. അന്ന് എന്നോട് വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. നമ്മളത് ക്രൈമിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ സംരക്ഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഏതാണ്ട് 13 വർഷക്കാലം അല്ലെങ്കിൽ 14 വർഷം ആകുന്നു ഈ ഒരു കൊലപാതകം കഴിഞ്ഞിട്ട്. ആ സമയത്ത് ഈ DPR പോലുള്ള അത്ര നിർണായകമായ അല്ലെങ്കിൽ സങ്കീർണമായ രേഖകൾ കണ്ടെത്തുകയും യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം ചെന്നെത്തുവാനുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട്? അല്ല, ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ കേസ് അന്വേഷണം കൃത്യമായി യഥാർത്ഥ പ്രതിയിലേക്ക് എത്തും. ഏറ്റവും പ്രമുഖനായ ആള് തല എന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി അറിയാതെ ഇങ്ങനത്തെ ഒരു കൊലപാതകം നടക്കില്ല. TP ചന്ദ്രശേഖരനെ പോലുള്ള ഒരു ശക്തനായ ഒരു നേതാവിനെ, VS അച്യുതാനന്ദനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു നേതാവിനെ, ജനങ്ങളെ പിന്തുണയുള്ള ഒരു നേതാവിന് തുടരണമെങ്കിൽ പിണറായി വിജയൻ വിചാരിക്കണം. പിണറായി വിജയനായിരുന്നു സംസ്ഥാന സെക്രട്ടറി. സംസ്ഥാന സെക്രട്ടറി അറിയാതെ ഈ കാര്യങ്ങൾ നടക്കൂ? ഒരിക്കലും ഇല്ല. അപ്പം പിണറായി വിജയൻ തന്നെയാണ് അതിന്റെ മുഖ്യപ്രതി എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശമോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാതെ, കൃത്യമായിട്ടുള്ള പ്ലാനും പ്രവർത്തനവും ഇല്ലാതെ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പോവില്ല എന്ന് ആര്യാഹാരം കഴിക്കുന്ന കേരള ജനതയ്ക്ക് അറിയാം. അപ്പം പിന്നെ പല സാഹചര്യങ്ങളിൽ ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. ആ ഒത്തുതീർപ്പിന് പോകുന്ന പല സാഹചര്യങ്ങളിൽ ഈ കേട്ടറിവ് ഉള്ള കാര്യങ്ങളെല്ലാം വേറെയും കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അത് എങ്ങനെ ഒത്തുതീർപ്പായി, ഗൂഢാലോചന എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായി എൻ്റെ അടുത്ത് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് എനിക്ക് തന്നതും CPM-ന്റെ പ്രമുഖനായ നേതാവാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം അറിയുന്ന ഒരാളായിരുന്നു എനിക്ക് തന്നിരുന്നത്.
അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇതിൽ കൃത്യമായി പിണറായി വിജയൻ തന്നെയാണ് എൻ്റെ മുഖ്യപ്രതി എന്നുള്ളത്. ശരിക്കും പിണറായി വിജയനാണ് ഈ ശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്ന ഒരാൾ. അത്രയും ക്രൂരതയുള്ള മനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ ഇത്രയും ക്രൂരമായിട്ട് വെട്ടേറ്റ് 52 വെട്ടി വികൃതമാക്കി അങ്ങനെ പൂക്കല ചിതറും പോലെ അങ്ങനെ കൊലപാതകം നടത്താൻ പറ്റുള്ളൂ. അത് പിണറായിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ചെയ്തത്. ഇവിടെ രണ്ട് സാധ്യതയാണ് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് സാർ പറഞ്ഞതുപോലെ CPM എന്ന് പറഞ്ഞ അതിശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയിൽ സംസ്ഥാന ഘടകം അറിയാതെ ഇത്തരത്തിൽ താഴെ തട്ടിലുള്ള ആളുകൾ ഇങ്ങനെ ഒരു കൊലപാതകം ഒരു കാരണവശാലും ആസൂത്രണം ചെയ്ത് പ്രാവർത്തികമാക്കില്ല. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ഒരു അനുകൂല ഘടകം എന്ന് പറയാൻ പറ്റുക, നവകേരള യാത്ര നടത്തിയ സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും KSUക്കാരെയും എല്ലാം തല്ലിച്ചതച്ച പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള കേസുകൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ വീണ്ടും അന്വേഷിക്കുന്നു. അതിലേക്ക് അന്വേഷണം ഊർജിതമായി നീങ്ങുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പരിശോധിച്ച് ന്യായമായ നീതിയുക്തമായ അന്വേഷണം ഉണ്ടാകും എന്നുള്ളൊരു ധാരണ പൊതുജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു പുതിയ മുഖ്യമന്ത്രിയും ഭരണ സംവിധാനങ്ങളും. അങ്ങനെയെങ്കിൽ ഈ കേസും ഇച്ഛാശക്തിയോടുകൂടി അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് കൃത്യമായ രീതിയിലൊരു അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ യഥാർത്ഥ പ്രതികൾ നിയമത്തിന്റെ വലയിൽ കുടുങ്ങേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സയന്റിഫിക് ആയുള്ള തെളിവുകൾ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടല്ല. മാത്രമല്ല ജയിലിൽ കിടക്കുന്ന പ്രതികൾ യഥാർത്ഥ പ്രതികളാണല്ലോ. അവർക്ക് ആരാണ് നിർദ്ദേശം കൊടുത്തത് എന്ന് കൃത്യമായി കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതിലേക്ക് ചില ആളുകൾ മരിച്ചിട്ടുണ്ട്, കുഞ്ഞനന്തനെ പോലുള്ള ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്നിരുന്ന മറ്റുള്ള ആളുകളുണ്ട്. അവർക്ക് ആരാണ് എവിടുന്നാണ് നിർദ്ദേശം കൊടുത്തത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അധിക താമസമൊന്നുമില്ല. ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ ഇടയ്ക്കേറി പറയണല്ലേ സാറേ, അതായത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന മൺമറഞ്ഞ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ പ്രതികളെ പോലീസ് പിടിച്ചതിന്റെ 3-ാം ദിവസം ജയിലിൽ എത്തി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു കൊടിസുനി അടക്കമുള്ള ആളുകളെ എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് CPM പോലുള്ള ഒരു പ്രമുഖ പാർട്ടി കൊലപാതകികൾ എന്ന് പറയുന്ന പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ ജയിലിൽ പോയി കാണേണ്ട എന്താണ് ആവശ്യകത എന്നുള്ളത് പൊതുജനത്തിന് ഇപ്പോഴും ഉള്ള ചോദ്യമാണ്, അപ്പോഴും ഉള്ള ചോദ്യമാണ്, എക്കാലത്തും ഈ സംശയമുള്ളതാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ അവിടെ പോയത് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാനും നിയമപരമായ കാര്യങ്ങൾ തീർക്കാനും അവരെ ബന്ധു വീട്ടുകളിൽ കൃത്യമായിട്ട് ചെലവെത്തിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടാണെന്നുള്ളത് ആർക്കറിയാം. കോടിയേരി ബാലകൃഷ്ണൻ അവിടെ എത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സന്ദേശം അതാണ്, ഞങ്ങളുണ്ട് കൂടെ, നിങ്ങൾ ധൈര്യമായിട്ട് അകത്ത് കിടന്നോ. പിന്നെ ആവശ്യത്തിലധികം പരോൾ, ഇപ്പം ലാസ്റ്റ് അടക്കം ഈ പരോൾ അനുവദിച്ചുള്ള ഏറ്റവും പുറത്തിറങ്ങിയിട്ടുള്ള ആളുകളാണ് ഈ TP ചന്ദ്രശേഖർ വധത്തിലെ കൊലക്കേസിലെ പ്രതികൾ. മാത്രമല്ല ജയിലിൽ വെച്ച് പോലും അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും എത്തിയിരുന്നു. അവരവിടെ നിന്ന് പോലും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ, വാർത്തകൾ വന്നാണല്ലോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ KK രമയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ ഓഫീസിൽ ചെന്ന് ഞാൻ കഴിഞ്ഞ തവണ യാത്ര ചെയ്തപ്പോൾ, ലോക്സഭാ ഇലക്ഷൻ സമയത്ത് യാത്ര ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 2005 ഫെബ്രുവരി മാസത്തിൽ ക്രൈമിലാണ് ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കുറിച്ച് വാർത്ത വന്ന ഘട്ടത്തിൽ എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ പിണറായി വിജയൻ പ്ലാൻ ചെയ്തിരുന്നു, കൊടുത്തിരുന്നു. അദ്ദേഹം പിൻവലിയാൻ കാരണം ഞാൻ നേരെ ഹൈക്കോടതിയിൽ പോയിട്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയിട്ട് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു. അത് പത്രങ്ങളിൽ വാർത്ത വന്നു. അത് വലിയ വാർത്തയായി വന്നതോട് കൂടിയിട്ട് പിണറായി വിജയൻ നേരിട്ട് അതിൻ്റെ പേര് വന്നതോട് കൂടിയിട്ട് ഭീരുവായ പിണറായി വിജയൻ അപ്പോൾ തന്നെ എന്നെ കൊല്ലാനുള്ള പ്ലാനിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതുപോലെ അന്ന് ഈ കാര്യത്തിൽ ഒരു ഹൈക്കോടതിയിൽ പെറ്റീഷൻ ചെന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയന്റെ പേരുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ ഈ പരിപാടിക്ക് നിൽക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ അവരോട് പറഞ്ഞത്. എന്തായാലും ഇച്ഛാശക്തിയുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കുന്നു. അതിലേറെ ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ തലപ്പത്തിരിക്കുമ്പോൾ തീർച്ചയായും ഈ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ടേക്ക് പോകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ സംഭവിക്കട്ടെ. എന്തായാലും RMP നേതാവായിരുന്ന TP ചന്ദ്രശേഖരൻ ഇന്ന് വരെ കേരളം കാണാത്ത രീതിയിലുള്ള അതിക്രൂരമായ കൊലപാതകത്തിന് ഇരയായ അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിയുണ്ടായി. ഇനി ഒരിക്കലും കേരളത്തിൽ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം.